വല്ലാത്തൊരു ഏർപ്പാട് തന്നെ ഈ പരീക്ഷ. ശരിയാ, ആരാണാവോ ഈ പരീക്ഷ കണ്ടുപിടിച്ചത്? അവനെ ഓടിച്ചിട്ട് തല്ലണം. ശരിയാ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു പരീക്ഷ. അച്ഛനൊക്കെ പറയുന്നത് കേൾക്കാം, അവരുടെ കാലത്ത് ആകപ്പാടെ ഒരു കൊല്ലം 3 പരീക്ഷയെ ഉണ്ടാകാറുള്ളൂ എന്ന്. അതെ അതെ, ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, പിന്നെ മാർച്ചിൽ കൊല്ലപരീക്ഷയും. ഇത് മാസം തോറും പരീക്ഷയാ. എന്തൊരു പരീക്ഷണം! ഒന്ന് കഴിഞ്ഞ് ചൂട് മാറും മുമ്പ് അടുത്തത് തുടങ്ങി. ഹോംവർക്ക്, ഇടയ്ക്കിടയ്ക്ക് പ്രൊജക്റ്റുകൾ, അസൈൻമെന്റ്, മാങ്ങാത്തൊലി. മടുത്തളിയാ മടുത്തു. നമ്മുടെ അച്ഛന്മാരൊക്കെ പഠിച്ചതേ ഗവൺമെന്റ് സ്കൂളിലോ. മാസം ഒരു 10 ദിവസമെങ്കിലും സമരം ഉണ്ടാകും. കേൾക്കുമ്പോ തന്നെ രോമാഞ്ചമാകുന്നു. ഇവിടെയാണെങ്കിൽ ഒരു പാർട്ടിയും ഇല്ല, എലക്ഷനും ഇല്ല. ഇത് എന്തൊരു സ്കൂളപ്പാ! ഒടുക്കത്തൊരു ഫീസും, പിന്നെ ചുമട് പോലെ ഒടുക്കത്തൊരു ബാഗും, അതും തൂക്കി നടക്കണം. ചുമട്ട് തൊഴിലാളിയാവാൻ വേറെ ട്രെയിനിങ്ങിനൊന്നും പോണ്ട. അതാ ആകെ ഒരു ഗുണം. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ഒന്നുമില്ല എന്റെ ഡുണ്ടു, ഞങ്ങളുടെ ഒരു ഗതികേട് പറഞ്ഞു പോയതാ. അല്ല, പരീക്ഷയൊക്കെ എങ്ങനെയുണ്ട്? ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നു. പിന്നെ എന്താ പ്രശ്നം? ഉത്തരങ്ങളായിരുന്നു ടഫ്. അറിഞ്ഞാലല്ലേ എഴുതാൻ പറ്റൂ. അത് പോട്ടെ, ഞാൻ കണ്ടിരുന്നല്ലോ നീ ഗംഭീര എഴുത്ത്. ഏതു പരീക്ഷയ്ക്ക്? കണക്ക് പരീക്ഷയ്ക്ക്. എന്റെ ഡുണ്ടു, ഞാൻ ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് പകർത്തി വെച്ചതാ. അതെന്തിനാ? അപ്പോ ക്ലാസ്സിൽ രമണി ടീച്ചർ ആയിരുന്നു ചാർജ്. ഞാൻ മേലോട്ട് നോക്കിയിരുന്നപ്പോൾ അവർ ഒരാക്കിയ ചിരി. അവരുടെ മുമ്പിൽ ചമ്മാതിരിക്കാൻ എന്തെങ്കിലും എഴുതുന്ന പോലെ തോന്നിക്കണ്ടേ? അതുകൊണ്ട് അതങ്ങ് പകർത്തി വെച്ചു. അതുപോട്ടെ, എന്നിട്ട് നീ വായുവിൽ വരെ എഴുതി കൂട്ടുന്നത് കണ്ടല്ലോ. മണ്ടിപ്പെണ്ണേ, ഞാൻ ചോദ്യങ്ങൾ കണ്ടിട്ട് നക്ഷത്രം എണ്ണി പോയതല്ലേ.